എൻ്റെ ദേഹം ഫുള്ളുമായിരുന്നു. ഇതുപോലെ അല്ലായിരുന്നു എൻ്റെ സ്കിന്ന്, ഫുള്ളും പാടുകളായിരുന്നു. അത് എൻ്റെ കൂടെ പഠിക്കുന്നവർ എന്നെ കളിയാക്കും, എന്താടി നിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. ഞാനിത് അമ്മേനോട് പറഞ്ഞായിരുന്നു. ഞാൻ അമ്മേനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ ഇതൊന്ന് മാറ്റി തരണമേ, എനിക്ക് അവരോട് പറയണം, അമ്മയാണ് ഇത് മാറ്റി തന്നേന്ന് എനിക്ക് പറയണം അമ്മേ. ഞാൻ ആവർത്തിച്ച് അമ്മേനോട് പറഞ്ഞു. ഇപ്പോൾ ഒരു പാടുകളില്ല, ഇവിടെയൊക്കെ ഫുള്ള് വൈറ്റ് പാടുകളായിരുന്നു. ഇവിടെ ഫുള്ള് നിങ്ങൾക്ക് കാണാം, മുഖത്ത് ഫുള്ള് പാടുകളായിരുന്നു, ഇവിടെയൊക്കെ ഫുള്ള് പാടുകളായിരുന്നു. ഇപ്പൊ ഒന്നും കാണുന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഉടമ്പടി തൈലം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അമ്മ എനിക്ക് പെരട്ടി തരും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവിടെ നിർത്തിയതിനെ ഓർത്ത് കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബിൻസി തോമസ്. ഞാൻ എറണാകുളം ചക്കരപ്പറമ്പ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ കുടുംബമാണിത്. എനിക്കൊരു മോനും കൂടെ ഉണ്ട്, അവൻ മംഗലാപുരത്ത് ജോലി ചെയ്യുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്ത് വരുന്നത് എൻ്റെ ചേച്ചിയുടെ ഒപ്പമാണ്. പക്ഷേ അന്ന് ഞാൻ 2022 ഞാൻ വരുന്നത്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല, വന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ് ചെയ്തത്. 2025 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മോൾക്ക് 10 വയസ്സുള്ള മോൾക്ക് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ 1 മാസം ആയിട്ടില്ല ഉടമ്പടി എടുത്തിട്ട്. മാർച്ച് 8 ഉടമ്പടി എടുത്തത്. ഈ 2025 മാർച്ച് 8 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ മോൾക്ക് 10 വയസ്സാണ്. അന്നയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. 2019 അവൾക്ക് ദേഹം മുഴുവനും കുരുക്കൾ വന്ന് പൊട്ടുകയും അതൊരു കറുത്ത പാടായി മാറുകയും പിന്നെ അത് ദേഹം മുഴുവനും വെളുത്ത പാടായിട്ട് വരികയും ഉണ്ടായി. അങ്ങനെ എറണാകുളത്തൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ അത് പറഞ്ഞു, 1000-ൽ ഒരാൾക്ക് വരുന്നൊരു സ്കിൻ ഡിസീസാണ്. ഡയഗ്നോസിസ് ആയിട്ട് പറഞ്ഞത് പിക്ടോറിയാസിസ് ലിഥനോയിഡ് ക്രോണിക് എന്നൊരു ഡയഗ്നോസിസ് പറഞ്ഞു. അത് 3 വർഷത്തോളം അതിന് മരുന്നുകളും സോപ്പുകളും ഒക്കെ മാറി മാറി ഉപയോഗിച്ചു. എന്നിട്ട് കുറയാഞ്ഞിട്ട് വേറൊരു സ്കിൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണെന്ന്. അങ്ങനെ അവിടെ നിന്നും കുറേ മരുന്നും മെഡിസിനൊക്കെ ഉപയോഗിച്ചു. എന്നിട്ടും കുറയാഞ്ഞിട്ട് ഞാൻ നേഴ്സായി ജോലി ചെയ്യുന്ന എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ദേഹം ചുണങ്ങാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുള്ള മെഡിസിനൊക്കെ കഴിച്ചു. പക്ഷെ എന്നിട്ടും കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പുതിയൊരു സ്കിൻ ഡോക്ടർ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും നാൾ 6 വർഷത്തോളമായി, 2019 മുതലാണ് തുടങ്ങിയത്, 6 വർഷത്തോളം ആയില്ലേ, അപ്പം നമുക്ക് കുട്ടിയുടെ സ്കിന്ന് ബയോപ്സി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി ലാസ്റ്റ് 2025 കുട്ടിയുടെ സ്കിന്ന് ബയോപ്സിക്ക് വിട്ടു. അത് DDC എന്ന് പറഞ്ഞൊരു ലാബിലാണ് വിട്ടത്, തൃപ്പൂണിത്തറ. അവിടുന്ന് മാർച്ച് ആദ്യം റിസൾട്ട് വരികയും അതിൽ കുട്ടിക്ക് മൈക്കോസിസ് ഫംഗോയിഡ്സ് എന്ന് പറഞ്ഞ സ്കിൻ ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. അങ്ങനെ ഡോക്ടർ കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എറണാകുളത്തുള്ള വേറൊരു ഹയർ സെക്കൻഡറിയിലോട്ട് ഞങ്ങളെ റെഫർ ചെയ്തു. അപ്പോൾ അതിന് പോണതിന് മുമ്പ് മാർച്ച് 8 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് എനിക്ക് അച്ഛനെ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാൻ സാധിച്ചു. അച്ഛനെ കണ്ടു. അച്ഛൻ കുട്ടിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് കുട്ടിക്ക് പെട്ടെന്ന് അച്ഛൻ തലയിൽ കൈവച്ചപ്പോൾ തന്നെ കുട്ടിക്ക് പെട്ടെന്ന് എന്തോ ഒരു ഭാരം ഒഴിഞ്ഞു പോകുന്ന പോലെയും പെട്ടെന്നൊരു തണുപ്പനുഭവപ്പെടുകയും ആരോ കുട്ടിയുടെ 2 ചുമലിലും പിടിക്കുന്ന പോലെയും തോന്നിയെന്ന് കുട്ടി പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ചുപോയി. അതിനുശേഷം മാർച്ച് പകുതിയായപ്പം ഞങ്ങൾ അന്ന് ഈ സ്കിൻ ബയോപ്സി വിട്ട് സ്ലൈഡും ബ്ലോക്കും അത് ഞങ്ങൾക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. അവിടെ പത്തോളജിസ്റ്റിനെയും ഡെർമറ്റോളജിസ്റ്റിനെയും കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിതിവിടെ ഒന്നും ചെയ്യേണ്ട ടെസ്റ്റ്, നമുക്ക് ഡൽഹി ഫൈനൽ ഡയഗ്നോസ്റ്റിക് പാനലിലോട്ട് അയച്ചു കൊടുക്കാം. IHC എന്നാണ് പറയുന്നത് അതിന്. അങ്ങനെ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ്, അതുപോലെ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ഞങ്ങൾ ഉടമ്പടി തൈലം ഡോക്ടറിൻ്റെ OPയുടെ ഡോറിൽ പ്രമാണം ചൊല്ലി കുരിശ് വരയ്ക്കുകയും OPക്കകത്ത് ഉടമ്പടി ഒപ്പിടുകയും ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ ആ സ്ലൈഡും ആ ബോക്സിൻ്റെ അകത്ത് ഞങ്ങൾ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും
ഒപ്പിടുകയും ചെയ്തു. അങ്ങനെ അത് ഡൽഹിക്ക് അയച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചൊവ്വാഴ്ച അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും ഒക്കെ കുടുംബമായിട്ടിരുന്നാണ് കൂടുന്നത്. പ്രത്യേകിച്ചും മോൾക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് അത് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ 1 അതിൻ്റെ റിസൾട്ട് വന്നു. അതിന് വന്നപ്പോൾ എല്ലാ ബ്ലഡ് ടെസ്റ്റും എല്ലാം നെഗറ്റീവായിരുന്നു. ക്യാൻസറിൻ്റെ ഒരു സെല്ല് പോലും എൻ്റെ കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്നില്ല. അമ്മ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി നിയോഗം മാതാവ് സാധിച്ചു തന്നത്. എൻ്റെ വലത് കൈയിൽ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. അതൊരു 3 വർഷത്തോളമായി ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ ഒന്നും കാണിക്കാൻ പോയില്ല. അപ്പോൾ വൈഫ് ഉടമ്പടിയതിന് ശേഷം അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞത് തൈലം കുരിശ് വരച്ച് പുരട്ടിയതിന് ശേഷം അത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി, അത് പൊയ്ക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരാഴ്ചയോളം കണ്ടിന്യൂസ് ആയിട്ട് വൈഫ് അത് തൈലം കുരിശ് വരച്ച് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ആ മുഴ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇനി മോൾക്ക് കിട്ടിയ അനുഭവം മോള് പറയുന്നതായിരിക്കും. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അന്ന. അമ്മ പറഞ്ഞതുപോലെ ഞാനിവിടെ അച്ഛനെ കണ്ടു. അച്ഛൻ കുരിശ് അത് വെച്ചപ്പോൾ എന്തോ ഭാരം എന്നെ വിട്ടു പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ 2ാമത് തവണ അച്ഛൻ കുരിശ് വെച്ചപ്പോൾ ആരോ എൻ്റെ ബാക്കിൽ എൻ്റെ 2 കൈയിലും തൊടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം തന്നെ എനിക്കറിയായിരുന്നു അത് അമ്മയായിരിക്കും, അമ്മ എല്ലാം മാറ്റും എന്ന് ഉറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ എൻ്റെ ദേഹം ഫുള്ളുമായിരുന്നു, ഇതുപോലെ അല്ലായിരുന്നു എൻ്റെ സ്കിന്ന്, ഫുള്ളും പാടുകളായിരുന്നു. അത് എൻ്റെ കൂടെ പഠിക്കുന്നവർ എന്നെ കളിയാക്കും, എന്താടി നിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. ഞാനിത് അമ്മേനോട് പറഞ്ഞായിരുന്നു. ഞാൻ അമ്മേനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ ഇതൊന്ന് മാറ്റി തരണമേ, എനിക്ക് അവരോട് പറയണം അമ്മയാണ് ഇത് മാറ്റി തന്നതെന്ന് എനിക്ക് പറയണം അമ്മേ. ഞാൻ ആവർത്തിച്ച് അമ്മേനോട് പറഞ്ഞു. ഇപ്പോൾ ഒരു പാടുകളില്ല, ഇവിടെയൊക്കെ ഫുള്ള് വൈറ്റ് പാടുകളായിരുന്നു. ഇവിടെ ഫുള്ള് നിങ്ങൾക്ക് കാണാം, മുഖത്ത് ഫുള്ള് പാടുകളായിരുന്നു, ഇവിടെയൊക്കെ ഫുള്ള് പാടുകളായിരുന്നു. ഇപ്പൊ ഒന്നും കാണുന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഉടമ്പടി തൈലം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അമ്മ എനിക്ക് പുരട്ടി തരും. എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞായിരുന്നു, അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന്. അത് എനിക്ക് സാധിച്ചു. പിന്നെ ഞാൻ എൻ്റെ പള്ളിയിൽ ഓൾട്ടർ ഗേളാണ്. അതിൻ്റെ സന്തോഷം കൂടെ എനിക്കുണ്ട്. എൻ്റെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. കനിവിൻ്റെ അമ്മേ, കാരുണ്യതായേ, കൃപാസനതായേ, മരിയാംബികേ, അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒന്നും കൂടെ നന്ദി പറയുന്നു. യേശുസ്തോത്രം, യേശു നന്ദി. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സായതുകൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്നവർക്കെല്ലാം അമ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയും പത്രം കൊടുക്കുകയും ഉടമ്പടി പത്രം കൊടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും പൊതിച്ചോറുണ്ടാക്കി പാവങ്ങൾക്ക് കൊടുക്കുകയും ഞങ്ങൾക്കാവും വിധം സാമ്പത്തികമായി ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയും അവരെ കൂടുതൽ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മ മാതാവിനും യേശുവിനും 1000 നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 2 മക്കബായരുടെ പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. യൂദാസ് മക്കബേയൂസ് തൻ്റെ അനുയായികളായ ഇസ്രായേൽ മക്കൾക്ക് ശക്തി പകരുന്ന വചനങ്ങളാണ് നാം കേട്ടത്. ഒരു നിക്കാനോർ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ മേൽ വിജയം വരിക്കുന്നതിന് തങ്ങൾ അശക്തരാണ് എന്നുള്ള രീതിയിൽ ജനങ്ങൾ പുറകോട്ട് പോകുമ്പോൾ യൂദാസ് കൊടുക്കുന്ന ഈ വാക്കുകളുടെ ബലത്തിൽ ദൈവത്തിൻ്റെ ശക്തിയിലാണ് തങ്ങൾ യുദ്ധം ചെയ്യുന്നതെന്നുള്ള ബോധ്യം കിട്ടുമ്പോൾ ആ ജനത, അതായത് സായുധരായിട്ട് അവർ മുമ്പോട്ട് നീങ്ങുന്നു. അവർ ദൈവത്തെ കൂടെ നിർത്തിക്കൊണ്ട് ശത്രുക്കളിൽ നിന്ന്
സംരക്ഷണവും ശത്രുക്കളെ സംഹരിക്കാനുള്ള കൃപയും നേടുകയാണ്. ഇവിടെ ബിൻസി തോമസ് തൻ്റെ മകളുടെ രോഗസൗഖ്യമാണ് നമ്മോട് പങ്കുവയ്ക്കുക. 6 വർഷത്തോളമായി ആ മകൾക്ക് ട്രീറ്റ്മെൻറ്റാണ്. എന്തായിരുന്നു മകൾക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നത്? ആദ്യമേ കറുത്ത പാടുകൾ ദേഹത്ത് മുഴുവനും, ഒരു സ്കിൻ അലർജി, വീണ്ടും അത് വെളുത്ത പാടുകളായി, പിന്നീടത് ചുണങ്ങാണെന്ന് പറയുന്നു. അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകൾ 6 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആർക്കും ഒന്നും കണ്ടുപിടിക്കുവാനോ യഥാർത്ഥത്തിൽ എന്താണെന്ന് രോഗം നിർണ്ണയിക്കുവാനോ അതിനുള്ള ഫലപ്രദമായ ചികിത്സ എടുക്കുവാനോ ഒന്നും കഴിഞ്ഞില്ല. താൻ ഇവിടെ വന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു പോയ വ്യക്തിയാണെന്നാണ് ബിൻസി പറയുക. എന്നാൽ ബിൻസി ഉടമ്പടി എടുത്തില്ല. പിന്നീട് തൻ്റെ മകളുടെ ഈ അവസ്ഥയിൽ ഉടമ്പടി എടുത്ത്, എന്നാണ് ഉടമ്പടി എടുത്തത്? ഇപ്പോൾ 1 മാസം പോലും ആയില്ല. മാർച്ച് 8-ാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. മാർച്ച് 8-ന് ഉടമ്പടി എടുത്ത് പിന്നീടാണ് ഓരോരോ വഴികളിലേക്ക് ഇവർക്ക് എത്തിപ്പെടുവാനും, അങ്ങനെ ഒരു പുതിയതായിട്ടൊരു ഡോക്ടർ ചാർജ് എടുക്കുന്നു. ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഉള്ള ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ മകൾക്ക് സ്കിൻ ക്യാൻസറാണ് എന്ന് ബയോപ്സിയിൽ അറിയുകയും, ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് അന്ന് തന്നെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോഴുണ്ടായ അനുഭവം ആ കുഞ്ഞ് തന്നെ നമ്മോട് പങ്കുവച്ചു. തനിക്ക് തന്നെ ആരോ പുറകിൽ നിന്ന് തൊടുന്നത് പോലെ തോന്നിയെന്നും തൻ്റെ ശരീരത്തിൽ നിന്നൊരു വലിയ ഭാരം ഇറങ്ങിപ്പോയതുപോലെ അനുഭവപ്പെട്ടു എന്നൊക്കെയാണ് ആ മകളും ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഉടമ്പടിയും വാഗ്ദാന പേടകവും ആയ, അതായത് ഉടമ്പടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ നാം ചെയ്യുമ്പോൾ വാഗ്ദാന പേടകമായ അമ്മ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മാലാഖയോട്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ദൂതൻ്റെ അരുളപ്പാട് കേൾക്കുമ്പോൾ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ദൈവം മോശയ്ക്കും അബ്രാഹത്തിനുമൊക്കെ കൊടുത്ത മറുപടി, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും, പുറപ്പാടിൻ്റെ പുസ്തകത്തിലുണ്ട്. അത് ഇവിടെ അമ്മയോട് ദൂതൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. പിന്നീട് അങ്ങോട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും അമ്മ ഏറ്റെടുത്ത് അമ്മ പറയുന്ന ഒരു ഉടമ്പടി വചനമാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുക. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞ്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് തന്നെ ദൈവ തിരുമനസ്സിന് വിട്ടുകൊടുക്കുന്ന അമ്മയാണ്. ഈ പരിശുദ്ധ കന്യകയുടെ മധ്യസ്ഥത്തിലാണ് ഉടമ്പടിയെടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ നാം ഉപയോഗിക്കുമ്പോൾ ഓരോ കാര്യങ്ങളിലും ഇതെങ്ങനെ സംഭവിക്കും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛനും വിശുദ്ധ കുർബാനയുടെ മധ്യേ നമ്മോട് പറയുകയുണ്ടായി, അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളാണ് നാം ഉടമ്പടിയിൽ വയ്ക്കേണ്ടത്. 6 വർഷമായി ചികിത്സിക്കുന്നു, ഭേദമാകുന്നില്ല. എന്നാൽ ഉടമ്പടിയെടുത്ത് നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുന്നു. ആ നേർച്ച വസ്തുക്കളിലൂടെ കുഞ്ഞിൻ്റെ ഇന്നിപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം. അങ്ങനെ ഒരു തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഈ മക്കൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.